നെഞ്ചിലേക്ക് തോക്ക് ചൂണ്ടി പേടിപ്പിക്കുന്ന അമേരിക്കൻ സിംഹം ഡൊണാൾഡ് ട്രംപിന്റെ നെഞ്ചെടുപ്പ് കൂട്ടിക്കൊണ്ട് ഇറാന്റെ ഒരു പവർഫുൾ മാസ് എൻട്രി നടന്നിരിക്കുകയാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയുമായിട്ടാണ് ഇറാന്റെ IRGC ജനറൽ മുഹമ്മദ് റേസ നദ്കി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപെ, തനിക്ക് അമേരിക്ക ഭരിക്കാൻ ജനങ്ങൾ തന്ന കാലാവധി 2029 ജനുവരി വരെയാണ്. ആ 2029 വരെ തന്നെയും കാത്ത് ഞങ്ങൾ ആ ഒരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ ഉണ്ടാകുമെന്ന് ഒരു മരണമാസ പ്രഖ്യാപനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. വെറുതെ വന്ന് 2 മിസൈലും അയച്ചു പോകുന്ന കളിയല്ല. ട്രംപിന്റെ ഭരണം കഴിയുന്നത് വരെ അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന ദീർഘകാല യുദ്ധത്തിനാണ് ഇറാൻ തറക്കല്ലിട്ടിരിക്കുന്നത്. ഇറാൻ എന്ന സിംഹത്തിന്റെ മടിയിൽ വന്ന് തൊട്ടാൽ അതിന്റെ വില എന്തെന്ന് വൈറ്റ് ഹൗസിനും പെന്റഗണിനും ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നാണ് ജനറൽ നദ്കി ആഞ്ഞടിച്ചിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തോട് ഇനി യാതൊരുവിധ ഒത്തുതീർപ്പിനും സമാധാന ചർച്ചകൾക്കും തങ്ങളില്ല എന്ന് വ്യക്തമാക്കിയ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് പക്ക മാസ് നിബന്ധനകളാണ്. ആഗോള എണ്ണക്കടത്തിന്റെ കൺട്രോൾ മുഴുവൻ കൈയാളാവുന്ന ഹോർമുസ് കടലിടുക്ക് പൂട്ടിയിട്ടുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലുകളെയും ലോക സമ്പദ് വ്യവസ്ഥയും ശ്വാസം മുട്ടിക്കുന്ന തന്ത്രമാണ് ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. കോടികൾ മുടക്കി ആയുധങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിനാണ് ഇറാൻ ഇപ്പോൾ പച്ചയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിന്റെ കസേരയിൽ ഇരിക്കുന്ന അവസാന നിമിഷം വരെ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് സമാധാനം നൽകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇറാൻ ഉള്ളത്. പെട്ടെന്നുള്ള ഒരു തിരിച്ചടിയല്ല, മറിച്ച് അമേരിക്കയെ സാമ്പത്തികമായും സൈനികമായും ചോറ് കുടിച്ചു വറ്റിക്കുന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ മെനഞ്ഞിരിക്കുന്നത്. വരും വർഷങ്ങളിൽ ട്രംപിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഈ യുദ്ധകളത്തിൽ ഇറാൻ മുൻപന്തിയിലുണ്ടാകും. അധികാരത്തിന്റെ കാര്യത്തിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇറാനെ ചർച്ചയ്ക്ക് വിളിക്കാമെന്ന ട്രംപിന്റെ വ്യാമോഹത്തിനാണ് ഇപ്പോൾ കറക്റ്റ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു ഭീഷണിക്കും തങ്ങൾ വഴങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാന ചർച്ചകളുടെ വാതിലുകളെല്ലാം ഇറാൻ ചവിട്ടിപ്പൊളിച്ചു കഴിഞ്ഞു. സിംഹത്തോട് കളി വേണ്ട എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ താക്കോൽ ഇറാന്റെ കൈവശമാണുള്ളത്. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നത് വരെ ഈ വഴി ഒരു കപ്പൽ പോലും കടത്തി വിടില്ല എന്ന ഇറാന്റെ കടുത്ത വാശി അമേരിക്കയെ വിറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആഗോള വിപണിയിൽ എണ്ണ വില കൂട്ടിക്കൊണ്ട് അമേരിക്കയെ സാമ്പത്തികമായിട്ട് പൂട്ടാൻ ഇറാന് സാധിക്കും. യുദ്ധം നിർത്തണമെങ്കിൽ ഈ അമേരിക്ക തങ്ങൾക്ക് $300 ബില്യൺ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇറാന്റെ ഡിമാൻഡ്. ഒപ്പം തങ്ങളുടെ മരവിപ്പിച്ച മുഴുവൻ സ്വത്തുക്കളും തിരികെ നൽകണം. വൻ ശക്തിയെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ ഇത്രയും കനത്തൊരു നിബന്ധന വെക്കാൻ ഇറാൻ അല്ലാതെ മറ്റാർക്കാണ് ധൈര്യമുള്ളത് എന്നാണ് ചോദിക്കുന്നത്. പശ്ചിമേഷ്യൻ മണ്ണിൽ കിടന്ന് തുള്ളുന്ന മുഴുവൻ അമേരിക്കൻ സൈനികരെയും യുദ്ധക്കപ്പലുകളെയും പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് ഇറാന്റെ അടുത്ത ഓർഡർ. തങ്ങളുടെ മണ്ണിൽ അമേരിക്കൻ സാന്നിധ്യം വെച്ച് പൊറുപ്പിക്കില്ല എന്നും ഇറാന്റെ മിസൈലുകൾ US താവളങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുകയാണെന്നും ജനറൽ നദ്കി വ്യക്തമാക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ കടുത്ത നിലപാട് കാരണം അമേരിക്കയ്ക്കുള്ളിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഇത് ട്രംപിന്റെ ഭരണത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. യുദ്ധം നീണ്ടുപോകുന്നതോടെ അമേരിക്കൻ ജനത ട്രംപിനെതിരെ തിരിയുമെന്ന ഇറാന്റെ കണക്കുകൂട്ടലുകൾ കൃത്യമായിട്ട് ഫലിക്കുകയാണ്. തുടർച്ചയായിട്ട് ഇറാനെ പ്രതിരോധിക്കാൻ നോക്കി അമേരിക്കയുടെ അത്യാധുനിക മിസൈലുകളുടെയും ബോംബുകളുടെയും ശേഖരം തീർന്നു തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ. 2029 വരെ ഈ ഒരു രീതിയിൽ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ പെന്റഗണിന്റെ ആയുധപ്പുര പൂർണ്ണമായും ശൂന്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഇറാന്റെ തന്ത്രങ്ങൾക്ക് കഴിയും. വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും ഇറാനെ തൊടാൻ പേടി തോന്നുന്ന ഒരു തരത്തിലേക്കാണ്, ഒരു വൻമതിലാണ് ഇറാൻ സൈന്യം ഇപ്പോൾ തീർക്കുന്നത്. തങ്ങളുടെ ആയുധശേഷിയും സൈനികരുടെ ചോരയും 2029 വരെ അല്ല, അതിലപ്പുറവും പോരാടി ജയിക്കാൻ സജ്ജമാണ് എന്നാണ് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. റഷ്യ, ചൈന തുടങ്ങിയ ആഗോള ശക്തികളുടെ ശക്തമായിട്ടുള്ള പിന്തുണ ഇറാന് പിന്നിലുണ്ട്, നൽകുന്നുണ്ട്. നമുക്കറിയാം ഈ യുദ്ധത്തിൽ എത്രത്തോളം ഇറാനെ അവർ രഹസ്യമായിട്ട് സഹായിച്ചു എന്നുള്ളത്. അതൊരു പരസ്യമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും അമേരിക്ക അക്ഷരാർത്ഥത്തിൽ വിറച്ചിരിക്കുകയാണ്. കാരണം പശ്ചിമേഷ്യയിൽ അമേരിക്കയെ എതിർക്കാൻ വലിയൊരു രാജ്യം ഉയരുകയാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഒരു ശക്തി പ്രാപിച്ച ഒരു രാജ്യം ഒരുങ്ങുകയാണ്.
അമേരിക്കയെ തളർത്താൻ ഇറാനെ മുൻനിർത്തി ഇവർ നടത്തുന്ന കരുനീക്കങ്ങൾ ഇറാന് കൂടുതൽ ആത്മവിശ്വാസവും നൽകുന്നു. അമേരിക്ക ഒറ്റപ്പെടുമ്പോൾ ഇറാൻ കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. ഇതിനിടയിലാണ് ഹൂത്തികളും ഹിസ്ബുള്ളയും ഉൾപ്പെടുന്ന ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സഖ്യത്തെ ഇറാൻ നയിക്കുന്നത്. ചെങ്കടലിലും മെഡിറ്ററേനിയനിലും അമേരിക്കൻ പടക്കപ്പലുകളെ ഡ്രോണുകൾ അയച്ച് വേട്ടയാടാൻ ഇവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് യുദ്ധത്തിന്റെ നിയന്ത്രണം ഇറാൻ കൈക്കലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് സൗദിയൊക്കെ വന്നിട്ട് പാടെ ഓടിപ്പോയത്. കാരണം സൗദിയുടെ നാനാഭാഗത്തു നിന്നും വലിയ ആക്രമണമാണ്. അതാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചത്. ഇനി തന്റെ കടിച്ചു കീറുന്ന വിദേശ നയങ്ങൾ കൊണ്ട് ഇറാനെ വരുതിയിലാക്കാമെന്ന ട്രംപിന്റെ കടുത്ത ഈഗോയാണ് ഇവിടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. ഞാൻ ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് നടക്കണം എന്നുള്ള ഒരു പിടിവാശി ഇപ്പോൾ ട്രംപിനില്ല. ഉപരോധങ്ങൾ എത്രയൊക്കെ വന്നാലും തങ്ങളുടെ ആത്മവീര്യത്തെ തടയാൻ ഒരു അമേരിക്കൻ പ്രസിഡന്റിനും കഴിയില്ല എന്ന് ഇറാൻ തെളിയിച്ചു. 2029 വരെ യുദ്ധം നീട്ടുമെന്ന ഇറാന്റെ ഈ ഒരു മാസ പ്രഖ്യാപനം ലോക രാജ്യങ്ങളെ കടുത്ത ഞെട്ടലിലാണ് ആഴ്ത്തിയിരിക്കുന്നത്. ഒന്നുകിൽ ഇറാന്റെ കനത്ത നിബന്ധനകൾക്ക് മുന്നിൽ ട്രംപിന് തല കുനിക്കേണ്ടി വരും, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഇറാന്റെ വിജയക്കൊടി പാറുന്ന പുത്തൻ ചരിത്ര ലോകം കാണേണ്ടി വരും. അമേരിക്ക എന്ന ലോകശക്തിയുടെ ഭീഷണികൾക്ക് മുന്നിൽ ലോക രാജ്യങ്ങൾ പലതും വിറച്ചു നിൽക്കുമ്പോൾ വൈറ്റ് ഹൗസിന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി തന്റെ ഭരണം കഴിയുന്നത് വരെ ഞങ്ങൾ ഈ ഒരു യുദ്ധക്കളത്തിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാൻ ഇറാന് മാത്രമാണ് ചങ്കൂറ്റമുള്ളത്. അത് അവരുടെ പ്രതിരോധ വീര്യം കൂടിയാണ്. ഇത് വെറും ഒരു വാക്കല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തെ തങ്ങളുടെ മണ്ണിൽ ചവിട്ടി മെതിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ്. ലോകത്തിൽ അല്ലെങ്കിൽ ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് സ്വന്തം ചരിത്രത്തിൽ ഇന്നേ വരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ശത്രുവായിട്ട് ഇറാൻ മാറിക്കഴിഞ്ഞു. അതാണ് ഇറാന്റെ ആത്മവീര്യം. ഇനി ശക്തി പ്രയോഗത്തിലൂടെയും കടുത്ത സാമ്പത്തിക ഉപരോധത്തിലൂടെയും ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ഈഗോയ്ക്കാണ് ഇറാന്റെ ഈ ഒരൊറ്റ പ്രഖ്യാപനം തീ കൊളുത്തിയിരിക്കുന്നത്. ഒത്തുതീർപ്പുകൾക്കും സമാധാന ചർച്ചകൾക്കും തങ്ങളില്ല എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ ഇറാൻ ട്രംപിന്റെ ഭരണ കാലാവധി മുഴുവൻ അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്നു എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞു. അമേരിക്കയുടെ തോക്കിൻ മുനയേക്കാൾ മൂർച്ച ഇറാന്റെ ആത്മവീര്യത്തിനുണ്ട് എന്ന യാഥാർത്ഥ്യം വൈറ്റ് ഹൗസിന് ഇനി അവഗണിക്കാനാകില്ല എന്നതാണ്. യുദ്ധം എത്തി നിൽക്കുന്നത് അവിടെയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ താക്കോലും കയ്യിൽ വെച്ച് ഹൂത്തികളും ഹിസ്ബുള്ളയും അടങ്ങുന്ന ഒരു വൻ പ്രതിരോധ സഖ്യത്തെ നയിക്കുന്ന ഇറാൻ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഗതി നിശ്ചയിക്കുന്ന കമാൻഡറായിട്ട് മാറിയിരിക്കുകയാണ്. റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷ പിന്തുണയോടെ അമേരിക്കൻ നാവികസേനയും പെന്റഗണിനെയും ഉള്ളിൽ നിന്ന് തളർത്തുന്ന ഈ ഒരു ദീർഘകാല യുദ്ധതന്ത്രം ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള വിജയം കൂടിയാണ്. ഇനി കോടികൾ മുടക്കി ആയുധങ്ങൾ ഇറക്കുന്ന അമേരിക്കയ്ക്ക് സ്വന്തം പടക്കപ്പലുകൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വിധം ഇറാൻ കെണിയൊരുക്കി കഴിഞ്ഞു. 2029 ജനുവരി വരെ ഈ ഒരു യുദ്ധം വലിച്ചു നീട്ടുമെന്ന ഇറാന്റെ മാസ് പ്രഖ്യാപനം, ഞാൻ വീണ്ടും പറയാണ്, ആഗോള രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുകയാണ്. ഒന്നുകിൽ ഇറാന്റെ കനത്ത നിബന്ധനകൾക്ക് മുന്നിൽ തലകുനിച്ച് ട്രംപ് പശ്ചിമേഷ്യയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കേണ്ടി വരും, യുദ്ധത്തിൽ നിന്ന് കാലുപിടിച്ച് ഇനി ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് മാറേണ്ടി വരും, അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയ്ക്ക് ഈ മണ്ണ് സാക്ഷ്യം വഹിക്കും. അടിയറവ് പറയാത്ത ഇറാന്റെ ഈ ഒരു സിംഹവീര്യത്തിന് മുന്നിൽ ലോകശക്തിയായിട്ടുള്ള അമേരിക്ക പതറുന്ന പുത്തൻ ചരിത്രത്തിനാണ് ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.